നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് കഴിഞ്ഞതോടെ ഇനി വോട്ടെണ്ണലിൽ കണ്ണും നട്ട് സ്ഥാനാർത്ഥികളും വോട്ടർമാരും. തെക്കനാര്യാട് ജമാഅത്തിന്റെയും കനിവ് കാരുണ്യ പാലിയേറ്റീവ് കെയറിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ജമാഅത്ത് അംഗങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ആരംഭവും കുറിച്ചു. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ മെയ് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് കഴിഞ്ഞതോടെ ഇനി വോട്ടെണ്ണലിൽ കണ്ണും നട്ട് സ്ഥാനാർത്ഥികളും വോട്ടർമാരും. 1.5 മാസക്കാലം നാടിനെയും നഗരത്തെയും അക്ഷരാർത്ഥത്തിൽ ഉത്സവ പെരുമയിൽ നീരാടിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഇനി വിധിയെഴുത്തിനായുള്ള കാത്തിരിപ്പിൽ. 75.05% വോട്ടായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ നടന്നതെങ്കിൽ 65.95% വോട്ടാണ് മാവേലിക്കര മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. വോട്ടിന് ശേഷം പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തിയായതോടെ എല്ലാ ബൂത്തുകളിൽ നിന്നുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അതാത് മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച് അന്ന് തന്നെ ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വോട്ടെണ്ണൽ ദിവസമായ ജൂൺ 4 വരെ EVM-കൾ ഇവിടെ സൂക്ഷിക്കും. അതുവരെ സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ട മുന്നണികളും കണക്കുകൂട്ടലിന്റെ തിരക്കുകളിലുമായിരിക്കും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തെക്കനാര്യാട് ജമാഅത്തിന്റെയും കനിവ് കാരുണ്യ പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ജമാഅത്ത് അംഗങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ആരംഭവും കുറിച്ചു. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കനാര്യാട് ജമാഅത്തിന്റെയും കനിവ് കാരുണ്യ പാലിയേറ്റീവ് കെയറിന്റെയും നേതൃത്വത്തിലുള്ള സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിന്റെയും ജമാഅത്ത് അംഗങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെയും ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ നിർവഹിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ തട്ടേഴം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജികുമാർ ചിറ്റേയം, ആര്യാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി ബിജുമോൻ, PU അബ്ദുൽ കലാം, അബ്ദുൾ റഷീദ് മുഞ്ഞിനേഴം, സുനീർ ചേർത്തല വെളി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ഷെഫീഖ് ശങ്കരശ്ശേരി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. നൂറുകണക്കിന് ആളുകൾ മെഡിക്കൽ ക്യാമ്പിൽ സംബന്ധിച്ചു. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ മെയ് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ മെയ് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഭയിലെ തന്നെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ഒരു ദേവാലയമാണ്. അതിപുരാതനമായ ചരിത്രങ്ങൾ ഈ ദേവാലയത്തിനുണ്ട്. ഒരു പ്രാദേശിക ആചാരം എന്ന നിലയിലാണ് ചെമ്പെടുപ്പിൻ്റെ ഒരു സ്ഥാനം നമ്മുടെ ദേവാലയത്തിനുള്ളത്. എന്നാൽ ഇന്നത് വലിയ തരത്തിൽ തന്നെ വിവിധമായ മലങ്കര സഭയിലെ വിവിധമായ ദേവാലയങ്ങളിൽ അത് വ്യാപരിക്കപ്പെടുകയാണ്. അത്തരത്തിൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അതൊക്കെ നോക്കി കാണുക എന്ന് പറയുന്നത്. 1 തീയതി മുതൽ 8 വരെയാണ്. 28 തീയതി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നലെ കൊടിയേറി. അതിനുശേഷം 1 തീയതി മുതൽ വിവിധ ഇനം പരിപാടികൾ, മതമേലധ്യക്ഷന്മാർ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പെരുന്നാളിന്റെ ഭാഗമായി വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, സമ്മേളനങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥന, പ്രവാസി സംഗമം, പദയാത്രകളടക്കം വിവിധ പരിപാടികൾ നടത്തും. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന പ്രത്യേക അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് മെയ് 8 നടക്കുന്നത്. വിവിധ സമ്മേളനങ്ങളിലായി മന്ത്രിമാരടക്കം രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഫാദർ ജോം മാത്യു, ഫാദർ എബിൻ സജി, സെബിൻ ബാബു, ജിജോ ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരെ പോരാട്ടം ത്വരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 TP ചന്ദ്രൻ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
നടത്തിയതിന്റെ ഭാഗമായിട്ട് മരണം അല്ലെങ്കിൽ കേസുകളുടെ എണ്ണം 7 ലക്ഷം ആ രീതിയിൽ വരികയും മരണം വളരെ കുറച്ച് കൊണ്ടുവരാനും പറ്റും. 63-ൽ തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് മലേറിയ നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നു. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ വീണ്ടും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയും ഇപ്പോൾ ദീപ്തി മേഡം പറഞ്ഞ പോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളി എന്ന് വേണം അവരെ നമ്മൾ പറയാം. അവരുടെ ഒരു വരവും യാത്രാ സൗകര്യങ്ങൾ കൂടുകയും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നു. പിന്നീട് നമ്മൾ അന്യസംസ്ഥാനങ്ങളിൽ പോകുന്ന നമ്മളുടെ ആളുകളിലൂടെ വീണ്ടും ഈ അസുഖം നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് പിന്നെ നമ്മളെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ രജനി മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഐ ചിത്ര, നഴ്സിംഗ് സൂപ്രണ്ട് ബീന തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ സ്വാഗതവും PRO രമ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോസ്റ്റർ രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. SME പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മറ്റ് ബോധവൽക്കരണ പരിപാടികളും മലമ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിനെ ആദരിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമ്പലപ്പുഴ സ്വദേശിനി പാർവതി ഗോപകുമാറിനെ ആദരിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. ജില്ലാ കോടതി അദാലത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി പാർവതി ഗോപകുമാറിന് മെമന്റോയും പുസ്തകവും നൽകി അനുമോദനം നൽകി. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ UPSC എക്സാമിന് പാർവതിക്ക് നല്ലൊരു റാങ്ക് ലഭ്യമായി എന്നുള്ളത്. പാർവതിക്ക് ക്ലാറ്റിന് റാങ്ക് 200 ആയിരുന്നു. അതിനുശേഷം പാർവതി ബാംഗ്ലൂരായിരുന്നു പഠിച്ചിരുന്നത് LLB. അതിനുശേഷം അതിന്റെ ഇടയിൽ തന്നെ അതിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ പൂത്തോണ്ട സാറിന്റെ അടുത്തൊക്കെ പാർവതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ഇടയ്ക്ക് അഡ്വക്കേറ്റ് ചന്ദ്രലത, മറ്റ് നിയമ വിദ്യാർത്ഥികളടക്കം ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 പോളിംഗ് കഴിഞ്ഞതോടെ ഇനി വോട്ടെണ്ണലിൽ കണ്ണും നട്ട് സ്ഥാനാർത്ഥികളും വോട്ടർമാരും. തെക്കനാരാട് ജമാഅത്തിന്റെയും കനവ് കാരുണ്യ പാലിയേറ്റീവ് കെയറിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ജമാഅത്ത് അംഗങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെ ആരംഭവും കുറിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി പെരുന്നാൾ മെയ് 1 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.